ഒക്ടോബർ 7 അറ്റാക്ക് വഴി വാട്ട് ഹമാസ് ഡിഡ്, ഹമാസ് ചെയ്തത് ബേസിക്കലി അങ്ങനെയല്ല. പാലസ്റ്റൈൻ ഇഷ്യൂ വെസ്റ്റ് ഏഷ്യയുടെ ഒറിജിനൽ സിന്നാണ്, ദ ഓക്യുപ്പേഷൻ ഓഫ് ദ പാലസ്തീനിയൻ ടെറിട്ടറീസ്. ഈ പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പാലസ്റ്റൈനിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള അഭയാർത്ഥികൾ 948 7.5 ലക്ഷത്തോളം പാലസ്തീനിയൻസ് ആണ് പുറത്താക്കപ്പെടുന്നത്. 967 വീണ്ടും ലക്ഷക്കണക്കിന് പാലസ്തീനിയൻസ് ആണ് പുറത്താക്കപ്പെടുന്നത്. ഈ പാലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അഭയാർത്ഥികൾ ആരും തന്നെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. അപ്പൊ ഹിസ്ബുള്ളയ്ക്ക് പ്രഹരമേറ്റിട്ടുണ്ട്, പക്ഷേ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തിയിട്ടില്ല. സെയിം സ്റ്റോറിയാണ് ഹമാസിന്റെ മിലിറ്റന്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രായേൽ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹമാസ് ഹാസ് transformed itself as an insurgency and Hamas continues to fight. If Israel wanted deterrence, they don't have deterrence. അല്ലെ, ഇസ്രായേൽ പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ ആംഡ് രാജ്യമാണ്, പക്ഷെ അങ്ങനെയല്ല ഇസ്രായേൽ ജീവിക്കുന്നത്. അൾജീരിയയിൽ ഫ്രഞ്ച് കോളനി ആയിരുന്നു, ഇറ്റ് വാസ് ബ്രൂട്ടൽ ഓക്യുപ്പേഷൻ. പക്ഷെ അവിടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ വെസ്റ്റ് ബാങ്കിൽ യു ഡോണ്ട് ഹാവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കാരണം നിങ്ങൾ ഇപ്പൊ അബൂദിസിലാണെങ്കിൽ ബെത്ലഹേമിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇസ്രായേലി ചെക്ക് പോയിന്റ്സിനുള്ളിലൂടെ പോകാനേ പറ്റും. വെസ്റ്റ് ബാങ്കിൽ മാത്രം 565 ഇസ്രായേലി ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നത്, ബ്രദർ, ഐ ആം എ ക്രിസ്ത്യൻ ആൻഡ് ഐ ആം എ പാലസ്തീനിയൻ ആൻഡ് വാട്ട് ഐ വാണ്ട് ഈസ് ഫ്രീഡം ഫോർ മൈ ലാൻഡ് എന്നുള്ളതാണ്. ഈ 15 മാസം ഇസ്രായേലിലെ റെലന്റ്ലെസ് ബോംബിംഗിൽ ജീവിച്ച് ഇപ്പോൾ ഒരു സീസ് ഫയർ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരെയാണ് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ട്രംപ് പറയുന്നത്. ഒന്ന്, പാലസ്തീനിയൻസിന് പോകണ്ട. രണ്ട്, ഇവരെവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ട്രംപ് ഇസ് നോട്ട് ടേക്കിംഗ് ദം ടു ഫ്ലോറിഡ, റൈറ്റ്? അമേരിക്കയുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് വേർ എക്സ്പാൻഷനിസ്റ്റ്, അല്ലേ? അപ്പൊ ട്രംപ് ഇസ് നോട്ട് ആൻ അബറേഷൻ, ട്രംപ് ഇസ് ആക്ച്വലി എ കണ്ടിന്യൂറ്റി. നമസ്കാരം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. ഇസ്രായേൽ ഗാസയ്ക്കെതിരെ നടത്തിയ അധിനിവേശത്തിൽ 50,000-ഓളം ജീവനുകളാണ് ഗാസയിൽ പൊലിഞ്ഞത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇസ്രായേൽ ഈ കൂട്ടക്കുരുതി നടത്തിയത്. എന്നാൽ ഒക്ടോബർ 7 ഈ ആക്രമണമാണോ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങളുടെ കാരണം? പശ്ചിമേഷ്യയിൽ എന്നും തുടരുന്ന വലിയ സംഘർഷങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിലെ സംഘർഷം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്? ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന പുതിയ പുസ്തകമാണ് ഒറിജിനൽ സിൻ. ഒറിജിനൽ സിന്നിൻ്റെ രചയിതാവും ഹിന്ദുവിൻ്റെ ഇന്റർനാഷണൽ അഫയേഴ്സ് എഡിറ്ററുമായ സ്റ്റാൻലി ജോണിയാണ് കേരളീയം ടോക്കിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം സ്റ്റാൻലി. താങ്ക് യു. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഒരു അറ്റാക്ക് വെസ്റ്റ് ഏഷ്യയുടെ ഒരു ചരിത്രത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു അറ്റാക്കായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചു, 50,000-ഓളം പലസ്തീനികൾ മരിച്ചു. അപ്പോൾ ഒറിജിനൽ സിൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ, അല്ലെങ്കിൽ ഹമാസ് അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയതിൻ്റെ പിന്നിലൊരു കാരണമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറബ് കൺട്രീസും ഇസ്രായേലും ആയി നടന്നു വരുന്ന നോർമലൈസേഷൻ. ആ നോർമലൈസേഷൻ സൗദി ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും നടത്തി. ഈ അവസാനം നോർമലൈസേഷൻ നടത്തിയ 2022 അബ്രഹാം അക്കോർഡ് പ്രകാരം നടത്തിയപ്പോൾ പലസ്തീൻ അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. അതുപോലെ സൗദി നോർമലൈസേഷനിലേക്ക് എത്താൻ വരുന്നു. അപ്പോൾ ഇത് തന്നെയാണോ അതിൻ്റെ ഒരു ഹമാസിൻ്റെ ഒരു മുഖ്യ കാരണം? അല്ലെങ്കിൽ അവരൊരു സ്ട്രാറ്റജിക്കായിട്ട് അവർ അതിനെയാണോ എയിം ചെയ്തത്? വലിയ മാനുഷിക ദുരന്തം ഏറ്റുവാങ്ങിയിട്ടാണ് അത് സംഭവിച്ചതെങ്കിലും അങ്ങനെ തന്നെയാണോ ഇപ്പോഴും ആ വിലയിരുത്തൽ? അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വിശദമായി ഒന്ന് സംസാരിക്കാമോ? അല്ല, ഇതിൻ്റെ ഒരു എലമെന്റ് ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ ആണ്. കാരണം 2020 അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 അറബ് രാജ്യങ്ങൾ, UAE, ബഹ്റൈൻ, മൊറോക്കോ ആൻഡ് സുഡാൻ, 4 രാജ്യങ്ങൾ ഇസ്രായേലുമായി നോർമലൈസേഷൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഇത് 994 ശേഷം നടക്കുന്ന ആദ്യത്തെ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ പ്രോസസ്സാണ്. അതിനു മുൻപ് 2 അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അതൊന്ന് ഈജിപ്റ്റാണ് 978 ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട്. 2 ജോർഡാനാണ് 994, അത് ഓസ്ലോ എഗ്രിമെന്റ്, ആദ്യത്തെ ഓസ്ലോ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം. അപ്പൊ ഇതിന് ശേഷം ഈ ഓസ്ലോ എഗ്രിമെന്റിന് ശേഷം ഉണ്ടായത്, തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായത്, ഒന്ന് ഓസ്ലോ എഗ്രിമെന്റിന്റെ ഒരു തകർച്ചയാണ്. കാരണം ഓസ്ലോയുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. അത് ഉണ്ടാവുന്നില്ല. 2, ഈ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകാത്ത സാഹചര്യത്തിലും നമ്മൾ കാണുന്നത് അറബ് രാജ്യങ്ങൾ, UAEയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നേരിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിലേക്ക് പോവുകയാണ്. അതായത് അതിൻ്റെ ഒരു നോർമലൈസേഷൻ നടക്കുന്നത് 2020 പക്ഷേ ഇസ്രായേലും സൗദി അറേബ്യയും ആയാലും ഇസ്രായേലും UAEയും ആയാലും ഒക്കെ
വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ബാക്ക് റൂം കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അതാണ് ട്രംപ് യൂട്ടിലൈസ് ചെയ്തത്. അപ്പൊ അബ്രഹാം അക്കോർഡ്സിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീനിയൻ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പാലസ്റ്റൈൻ ക്വസ്റ്റ്യൻ അതിനൊരു പ്രതിവിധി ഉണ്ടായാലും ഇല്ലെങ്കിലും അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നേരിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ സൗദി അറേബ്യ, അതിനുശേഷം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സൗദി ക്രൗൺ പ്രിൻസ് അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ 2023 സെപ്റ്റംബർ മാസം അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ G20 സമ്മിറ്റിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ദിവസം പ്രതി ഡെയിലി ദേ ആർ മേക്കിംഗ് അഡ്വാൻസസ് ഇൻ എ പ്രോസസ് ടു നോർമലൈസ് ടൈസ് ബിറ്റ്വീൻ ദീസ് ടു കൺട്രീസ്. അപ്പോൾ അതിനുശേഷമാണ് October 7 നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ ആണ്. പക്ഷെ ഇതിന്റെ ഒരു ലാർജർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിൽ നമ്മൾ നടക്കുന്ന ഒരു ലാർജർ റിയലൈൻമെന്റിന്റെ റിഫ്ലക്ഷൻ ആണ്. അത് മാത്രമല്ല പ്രോബ്ലം. ഈ റിയലൈൻമെന്റ് എന്താണ്? അത് ഈ പാലസ്റ്റൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു നോൺ ഇഷ്യൂ ആക്കി മാറ്റുക. പാലസ്റ്റൈൻ ഇഷ്യൂ വെസ്റ്റ് ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നാരേറ്റീവ്. അല്ലെ, പാലസ്റ്റീനിയൻസിന്റെ നെറേറ്റീവ് എന്ന് പറയുന്നത് പാലസ്റ്റൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് 1948 മുതലുള്ള പ്രശ്നമാണ്. ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നേരത്തെ ഇസ്രായേലിന്റെ നെറേറ്റീവ് എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ഇറാനാണ്, അല്ലാതെ ഇസ്രായേലിന്റെ ഓക്യുപ്പേഷൻ അല്ല. അപ്പൊ ഇറാനെ പരിഹരിക്കുക അല്ലെങ്കിൽ ഇറാൻ ഉയർത്തുന്ന ഒരു ചാലഞ്ചസിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അറബ് രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയും എല്ലാം ഒന്നിച്ചു വരണം എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആർഗ്യുമെന്റ്. അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള ഒരു അലൈൻമെന്റ് വെസ്റ്റ് ഏഷ്യയിൽ കാണുകയായിരുന്നു. സോ ബേസിക്കലി ഇസ്രായേൽ വാസ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് ഓക്യുപ്പേഷൻ വിത്തൗട്ട് എനി കോൺസിക്വൻസസ്. And even when Israel continues the occupation, on the other side, Arab countries were willing to shake hands with the Israelis, right? So the Palestine issue has been pushed to the corners of West Asia. അപ്പോൾ ഈ October 7 അറ്റാക്ക് വഴി വാട്ട് ഹമാസ് ഡിഡ്, ഹമാസ് ചെയ്തത് ബേസിക്കലി അങ്ങനെയല്ല. പാലസ്റ്റൈൻ ഇഷ്യൂ വെസ്റ്റ് ഏഷ്യയുടെ ഒറിജിനൽ സിന്നാണ്, ദ ഓക്യുപ്പേഷൻ ഓഫ് ദ പാലസ്തീനിയൻ ടെറിട്ടറീസ്. ഈ പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് വളരെ വയലന്റ് ആയിട്ടാണ് ചെയ്തത്. അതാണ് അതിന്റെ ഒരു ട്രാജഡി എന്ന് പറയുന്നത്. ഹമാസിന്റെ ആക്രമണത്തിൽ 1200 ആളുകൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. അതിന് പാലസ്തീനിയൻ ജനതയ്ക്കും ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നമ്മൾ വൻ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻ ആണ് കണ്ടത്. ഹ്യൂമൻ ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ ആണ് കണ്ടത്. അപ്പോൾ ബേസിക്കലി ഹമാസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമാസ് വളരെ വയലന്റ് ആയിട്ട് ഈ പാലസ്റ്റൈൻ ഇഷ്യൂവിനെ വീണ്ടും പശ്ചിമേഷ്യയുടെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് October 7 ചെയ്തത്. അപ്പൊ ഇന്ന് പാലസ്റ്റൈൻ ഇഷ്യൂ അത് നല്ല കാര്യത്തിനായാലും ചീത്ത കാര്യത്തിനായാലും ഇന്ന് എവരിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഈവൻ ട്രംപ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അല്ലെ, അത് പാലസ്റ്റൈൻ ഇഷ്യൂവിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ ബേസിക്കലി ഇസ്രായേലിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പാലസ്റ്റൈൻ ഇഷ്യൂവിനെ ഒരു നോൺ ഇഷ്യൂ ആക്കി മാറ്റുക, അതിനൊരു ലോക്കലൈസ്ഡ് പ്രോബ്ലം ആക്കി മാറ്റുക. പക്ഷെ ഹമാസ് അതിനെ വീണ്ടും ഒരു റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഇഷ്യൂ ആക്കി മാറ്റുക. അതിന് ഈ പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റീജിയണലൈസേഷൻ എന്നാണ്. അതിനെ വീണ്ടും ഒരു റീജിയണൽ ഇഷ്യൂ ആക്കി മാറ്റുക, അതാണ് ഹമാസ് ചെയ്തത്. അതെ, ഞാൻ അതന്നെയായിരുന്നു അടുത്ത ചോദ്യമായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ റീജിയണലൈസ് ചെയ്തെന്ന് പറയുമ്പോഴേ നമുക്കത് പ്രധാനപ്പെട്ട അറബ് കൺട്രീസിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവരുടെ ഒരു വിദേശകാര്യ നയത്തിൽ അല്ലെങ്കിൽ അവരുടെ പോളിസികളിൽ അത്തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റും. ഇപ്പൊ അറബ് രാജ്യങ്ങളുടെ ഇപ്പൊ നമ്മൾ ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജോർഡാൻ, ഈജിപ്റ്റ്, ഇവരൊക്കെ അമേരിക്കൻ സഖ്യകക്ഷികളാണ്. ഈവൻ സൗദി അറേബ്യ, UAE, ഇവരൊക്കെ അമേരിക്കയുടെ അലൈസ് ആണ്. ഇപ്പൊ ഈജിപ്തും ജോർഡാനും അമേരിക്കയുടെ മിലിറ്ററി അസിസ്റ്റൻസ് വാങ്ങുന്ന രാജ്യങ്ങളാണ്. ഇവർ രണ്ടുപേരും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഒരു പരിധിയിലപ്പുറം ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് വെസ്റ്റ് ഏഷ്യയിലെ. അപ്പൊ ഒരു പരിധിക്കപ്പുറം ഇസ്രായേലുമായിട്ടുള്ള ഇവരെ അമേരിക്കയെ പിണക്കാനോ ഇസ്രായേലിനെ പിണക്കാനോ ഇവരാരും തയ്യാറല്ല. അത് അറബ് രാജ്യങ്ങൾ തയ്യാറല്ല. അത് വളരെ കൃത്യമാണ്. ഒരു ഷിഫ്റ്റ് പാലസ്റ്റൈൻ ഇഷ്യൂവിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പാലസ്റ്റൈൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു അറബ് ഇസ്രായേൽ പ്രോബ്ലം അല്ല ഇന്ന്, അതൊരു പാലസ്റ്റൈൻ ഇസ്രായേൽ പ്രോബ്ലമാണ്. അപ്പൊ അറബ് രാജ്യങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം അറബ് രാജ്യങ്ങൾക്ക് പോലും ഇപ്പൊ അറബ് സ്ട്രീറ്റിൽ അവരുടെ ലോക്കൽ മൂഡ് എന്ന് പറയുന്നത് ഓവർവെൽമിംഗ്ലി പ്രോ പാലസ്റ്റൈനാണ്. അപ്പൊ അതുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിഷയത്തെ അവഗണിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ജോർഡാന്റെ രാജാവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ എത്നിക് ക്ലൻസിങ്, ജനോസൈഡ് എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തെ വിമർശിക്കുന്നത്. ഇപ്പൊ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എടുത്തിട്ടുള്ള ഒരു നിലപാട്, അദ്ദേഹം പറയുന്നത് ഈ റാഫ ക്രോസിംഗ് തുറന്ന് പാലസ്തീനിയൻ അഭയാർത്ഥികളെ
ഈജിപ്തിലേക്ക് എടുക്കൂല എന്നാണ് പ്രസിഡന്റ് LCC പറയുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് പാലസ്തീനിയൻസിനെ വേണ്ടാത്തത് കൊണ്ടല്ല, ഒരുപക്ഷെ അതായിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹം പറയുന്നത് നമുക്ക് അതല്ല. അതിന് റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്, ഈ പാലസ്റ്റൈനിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള അഭയാർത്ഥികൾ 948 7.5 ലക്ഷത്തോളം പാലസ്തീനിയൻസ് ആണ് പുറത്താക്കപ്പെടുന്നത്. 967 വീണ്ടും ലക്ഷക്കണക്കിന് പാലസ്തീനിയൻസ് ആണ് പുറത്താക്കപ്പെടുന്നത്. ഈ പാലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അഭയാർത്ഥികൾ ആരും തന്നെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. അപ്പൊ അതുകൊണ്ട് ഈജിപ്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇനി ഞങ്ങൾ വി ആർ നോട്ട് ടേക്കിംഗ് റെഫ്യൂജീസ്, പാലസ്തീനിയൻസ് അവിടെ തന്നെ താമസിക്കും എന്നുള്ളതാണ്. ഈവൻ പാലസ്തീനിയൻസ് ദംസെൽസ് ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ഗാസ. അല്ലെ, 15 മാസത്തെ യുദ്ധത്തിൽ അവർ അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്തത്, ഈ വലിയ കെടുതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പൊ മൂന്നാമത്തെ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യ. സൗദി അറേബ്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗദി അറേബ്യ വാസ് വില്ലിംഗ് ടു നോർമലൈസ് ടൈസ് വിത്ത് ഇസ്രായേൽ എന്ന് സെപ്റ്റംബർ മാസം 2023. ഒക്ടോബർ, പിന്നെ അടുത്ത മാസമാണ് ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ സൗദി അറേബ്യയുടെ നിലപാട് എന്താണ്, ഇസ്രായേലുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള നോർമലൈസേഷനും സാധ്യമല്ല ഒരു പാലസ്തീനിയൻ രാഷ്ട്രം ഉണ്ടാക്കുന്നത് വരെ. ഈ പാലസ്തീനിയൻ രാഷ്ട്രം എങ്ങനത്തെ രാഷ്ട്രമാവണമെന്ന് കൂടെ സൗദി അറേബ്യ പറയുന്നുണ്ട്. അവർ പറയുന്നത് 967 അതിർത്തി അനുസരിച്ചിട്ടുള്ള ഈസ്റ്റ് ജെറുസലേം ഒരു തലസ്ഥാനമായിട്ടുള്ള ഒരു പാലസ്തീനിയൻ രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളതാണ് പാലസ്തീനിയൻ ഇന്ന് സൗദി റൂളർ പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയുടെ നിലപാടിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് കാണാം. അതുപോലെ മറ്റ് രാജ്യങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, അറ്റ്ലീസ്റ്റ് ഒരു വെറബൽ പൊസിഷൻ എടുക്കുന്നത് കാണാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് അതിനപ്പുറത്തേക്ക് ഇവരാരും ഇതില് എന്താണ് ഒരു മിലിറ്ററിയിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഈവൻ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനോ പോലും ഇവരാരും തയ്യാറല്ല. അപ്പൊ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള നടപടികൾ എടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഇവരും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇവരുടെ നിലപാടുകളിൽ കാണാൻ സാധിക്കും ഒക്ടോബർ 7 ശേഷം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ, ഇപ്പോൾ സൗദി US അവരുടെ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ AI ആയിട്ട് ബന്ധപ്പെട്ട് അവർ സഹകരിച്ചുള്ള പുതിയ സംരംഭത്തിന്റെ വാർത്തകളും $600 ബില്യൺ നിക്ഷേപിക്കുന്നതിന് ബന്ധപ്പെട്ട്. അപ്പൊ അത് ഇതും ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണ് കാണുക എന്നുള്ളൊരു. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപിൻ്റെതായി വന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളോട് സൗദി അറേബ്യ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പൊ സൗദി അറേബ്യക്ക് ബേസിക്കലി അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സൗദി അറേബ്യക്ക് മാത്രമല്ല UAEക്കും പ്രധാനപ്പെട്ടതാണ്, ഈജിപ്തിനും പ്രധാനപ്പെട്ടതാണ്, ജോർഡാനും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു ഈ പാലസ്തീനിയൻ ഇഷ്യൂ എന്നുള്ളത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്റേണൽ കൊഹിയറൻസിന്റെ ഭാഗം കൂടിയാണ്. കാരണം ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സൗദി അറേബ്യക്ക് ഒരുപാട് ഇന്റേണൽ ചാലഞ്ചസും കൂടെ ഉണ്ടാവും. ഇപ്പൊ സൗദി രാജകുമാരന്, ക്രൗൺ പ്രിൻസിന് ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്നായിരിക്കും ആഗ്രഹം. അതുവഴി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുവഴി അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരുപാട് ആഭ്യന്തരമായിട്ടുള്ള പ്രതിവിധികളുണ്ട്. അപ്പൊ അതാണ് സൗദി അറേബ്യ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ഈസ് നോട്ട് ഇൻ എ ഹറി ടു നോർമലൈസ് ടൈസ് വിത്ത് ഇസ്രായേൽ. അത് അമേരിക്കയുടെ കൊയേഷൻ ആവാം, അമേരിക്കയുടെ ഇൻഡ്യൂസ്മെന്റ് ആവാം, ഇൻവെസ്റ്റ്മെന്റ്സ് ആവാം. പക്ഷെ എന്നാലും ഒരു ഇമ്മീഡിയറ്റ്ലി അവര് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് ഒപ്പോസിഷൻ ഉണ്ട്. പുസ്തകത്തിൽ അവസാനം പറയുന്ന മറ്റൊരു കാര്യം, വെടിനിർത്തൽ കരാർ വരുന്നതിന് മുമ്പാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അസസ്മെന്റിൽ പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ഡിറ്ററൻസിനെ ഏറ്റവും ഒരു പ്രഹരമായിട്ട് ഇപ്പോഴത്തെ ഒക്ടോബർ 7 അറ്റാക്കിനെ പറയുന്നുണ്ട്. അത് മറ്റു രാജ്യങ്ങൾ അവരുടെ ആണവശേഷി കൊണ്ടും അല്ലെങ്കിൽ എല്ലാ വലിയ സൈനിക എന്താ പറയുക എക്യുപ്മെന്റുകൾ കൊണ്ടൊക്കെ നേരിടാനുള്ള ഇതുകൊണ്ട് ഇസ്രായേലിനെ മറ്റൊരു രാജ്യവും ആക്രമിക്കാൻ 67 ശേഷം തയ്യാറായിട്ടുണ്ട്. ഇസ്രായേൽ പ്രോപ്പർ 1948 ശേഷം ആക്രമിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതിനൊരു ചലഞ്ച് വന്നു എന്നാണ് സ്റ്റാൻലി നിരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ യുദ്ധം കഴിഞ്ഞ് മീൻസ് വെടിനിർത്തൽ കരാറിന് ശേഷം പരിശോധിക്കുമ്പോൾ, പക്ഷെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആക്ട്സ് ഓഫ് റെസിസ്റ്റൻസിലെ ഹമാസിന്റെ നേതൃത്വത്തിനെ വലിയ രീതിയിൽ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതുപോലെ ഹെസ്ബുള്ളയുടെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇറാനാണെങ്കിൽ വലിയ രീതിയിൽ പിക്ചറിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഇസ്രായേലിന് ഒരു ആഘാതം ഏറ്റിട്ട്, അതോ ഇസ്രായേൽ ഒരുപടി മുന്നിലാണ് യുദ്ധം അവസാനിപ്പിച്ചത്? എങ്ങനെയാണ് അതിനെ യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് ശേഷം എങ്ങനെയാണ് വിലയിരുത്തുക? ഇപ്പൊ ഒന്ന് നമ്മൾ ഡിറ്ററൻസിനെ പറ്റി പറയാം. ഇപ്പൊ ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ, ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം പോകുമ്പോൾ ഇസ്രായേലിന് 2 ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ആണ് ഉണ്ടായിരുന്നത്. അൺഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് പലതും ഉണ്ടായിരുന്നു. അതിന്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലാന്റ് പറഞ്ഞത്, നമ്മൾ ഹമാസിനെ സമ്പൂർണ്ണമായി തകർക്കും എന്നുള്ളതാണ്. വി വിൽ ഡിസ്ട്രോയ് ഹമാസ്, വി വിൽ ക്രഷ്
ഹമാസ്. രണ്ട്, we will secure the release of the hostages. ഇത് രണ്ടുമാണ് പറഞ്ഞത്. 15 മാസം യുദ്ധം ചെയ്തു. 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലില് ഹമാസുമായിട്ട് ഒരു സമാധാനത്തിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് സീസ് ഫയർ ഉണ്ടാവുന്നത്, അല്ലെ? അതിന്റെ അർത്ഥം ഹമാസ് തകർക്കപ്പെട്ടിട്ടില്ല. അത് ഇസ്രായേലിന്റെ IDF തന്നെ പറഞ്ഞു. IDF സ്പോക്സ് പേഴ്സൺ 3 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വി കാൻ ഡിസ്ട്രോയ് ഹമാസ് ബിക്കോസ് ഹമാസ് ഇസ് പാർട്ട് ഓഫ് ദ പാലസ്തീനിയൻ സൊസൈറ്റി. അപ്പോൾ ഈ തകർക്കുമെന്ന് പറഞ്ഞ ഹമാസുമായിട്ട് ഖത്താറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് യുദ്ധം അവസാനിച്ചിട്ടില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സീസ് ഫയർ ഉണ്ടാവുന്നത്, ഒരു ടെമ്പററി ഹോൾട്ട് ഉണ്ടാവുന്നത്, അല്ലെ? ഇനി ആ സീസ് ഫയർ എഗ്രിമെന്റ് നോക്കുക. അറ്റ്ലീസ്റ്റ് അതിന്റെ 1ാമത്തെ ഘട്ടത്തിലാണ് നമ്മളിപ്പോ. 2ാം ഘട്ടത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. 1ാം ഘട്ടത്തിൽ പറയുന്നത് ഹമാസ് ഒരു 33 ഹോസ്റ്റേജസിന് റിലീസ് ചെയ്യും. അതിന് പകരമായിട്ട് ഇസ്രായേല് 1000-ഓളം ഇസ്രായേലി പാലസ്തീനിയൻ സെക്യൂരിറ്റി പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യും. അതിന്റെ റേഷ്യോ എന്താണ്? 1:3 ആണ്, അല്ലെ? 1:30 ആണ്. 1:3 അല്ല, 1:30 ആണ്. അതായത് ഒരു പാലസ്തീനിയൻ സെക്യൂരിറ്റി, ഒരു ഇസ്രായേലി ഹോസ്റ്റേജിന്, ഒരു ഇസ്രായേലി ഓർ ഫോറിൻ ഹോസ്റ്റേജിന് പകരമായിട്ട് 30 പാലസ്തീനിയൻ സെക്യൂരിറ്റി പ്രിസണേഴ്സിനെയാണ് റിലീസ് ചെയ്യുന്നത്. ദിസ് ഇസ് നോട്ട് എ വിന്നേഴ്സ് എഗ്രിമെന്റ്. വാട്ട് ഡസ് ഇറ്റ് സേ? ഐ മീൻ, ഇറ്റ് ഡസന്റ് സേ ദാറ്റ് ഇസ്രായേൽ ഹാസ് വൺ ദ വാർ, അല്ലെ? അപ്പൊ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, യെസ്, ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വീക്കൻ ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ കരിസ്മാറ്റിക് ആയിട്ടുള്ള നേതാവാണ്. ഹമാസിന്റെ പല മിലിറ്ററി ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എല്ലാം ഗാസയിനുള്ളിൽ കൊല്ലപ്പെട്ടു. ഈവൻ ഇസ്മായിൽ ഹനിയ വാസ് കിൽഡ് വെൻ ഹി വാസ് ഇൻ തെഹ്റാൻ. അതുപോലെ ഇറാൻ ആക്രമിക്കപ്പെട്ടു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിറിയയിലെ ഗവൺമെന്റ് വീണു. സിറിയയിലെ ബഷാർ അൽ അസദിന്റെ ഗവൺമെന്റ് വീണത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്, സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വീക്കൻ ആയിട്ടുണ്ട്. അത് ഇസ്രായേലിന് ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. പക്ഷേ ഇസ്രായേലിന്റെ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്രായേൽ യുദ്ധം ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇസ്രായേലിന് അതിന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിന് പോകുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുള്ളയെ സൗത്ത് ലെബനിൽ നിന്നും പുറത്താക്കുന്നതാണ്. സൗത്ത് ലെബനോനിൽ നിന്നും ഹിസ്ബുള്ളയെ പുറത്താക്കി ഇസ്രായേലിന്റെ നോർത്തേൺ അപ്പർ ഗലീലി ഭാഗത്ത് നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഇസ്രായേലി സിവിലിയൻസിനെ കൊണ്ടുവരുമെന്നാണ്. പക്ഷെ യുദ്ധത്തിന്റെ ഓൺ ദ കോഴ്സ് ഓഫ് ദോസ് 30 days കൂടുതൽ ഇസ്രായേലികൾ ഡിസ്പ്ലേസ് ആവാണ് ചെയ്തത്. ഇവരാരും തന്നെ ഇന്ന് തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഹിസ്ബുള്ളയുമായിട്ട് ഇന്നൊരു സീസ് ഫയർ ഉണ്ട്. ആ സീസ് ഫയർ അനുസരിച്ച് ഇസ്രായേൽ സൗത്ത് ലെബനിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്നാണ്. അപ്പൊ ഹിസ്ബുള്ളയ്ക്ക് പ്രഹരമേറ്റിട്ടുണ്ട്, പക്ഷേ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തിയിട്ടില്ല. സെയിം സ്റ്റോറിയാണ് ഹമാസിന്റെ മിലിറ്റന്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രായേൽ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹമാസ് ഹാസ് ട്രാൻസ്ഫോംഡ് ഇറ്റ് സെൽഫ് ആസ് എൻ ഇൻസർജൻസി ആൻഡ് ഹമാസ് കണ്ടിന്യൂസ് ടു ഫൈറ്റ്, അല്ലെ? ഈ സീസ് ഫയർ അനൗൺസ് ചെയ്തതിന്റെ തലേ ദിവസം 5 ഇസ്രായേലി പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇറ്റ് ഡസന്റ് ഷോ ദാറ്റ് ഹമാസ് ഹാസ് ബീൻ ഡിസ്ട്രോയ്ഡ്. അപ്പൊ ഇതൊരു മിക്സ്ഡ് ബാഗ് ആണ് ബേസിക്കലി. സോ ഇസ്രായേൽ ഹാസ് മെയ്ഡ് സം ടാക്ടിക്കൽ ഗെയിൻസ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ നോക്കൂ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇസ്രായേൽ വളരെ ഐസൊലേറ്റഡ് ആണ്. ഒരു ICJ കേസ് ഉണ്ട് ഇസ്രായേലിനെതിരെ ജനോസൈഡിന്റെ പേരിൽ. ICC ഹാസ് ഇഷ്യൂഡ് അറസ്റ്റ് വാറന്റ് അഗൈൻസ്റ്റ് ദ പ്രൈം മിനിസ്റ്റർ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഫോമർ ഡിഫൻസ് മിനിസ്റ്റർ. ഗ്ലോബൽ സൗത്തിൽ ഇസ്രായേൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. ഹമാസിനെ പരാജയപ്പെടുത്തും, നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഹമാസിനെ നശിപ്പിച്ചിട്ടില്ലേ. ഹമാസ് ഇപ്പോഴും അവിടെയുണ്ട്, ഹിസ്ബുള്ള ഇപ്പോഴും അവിടെയുണ്ട്. ഇനി നമ്മൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വീക്കനായി എന്ന് പറയുമ്പോഴും ലുക്ക് അറ്റ് ഹൂത്തീസ്. ഇപ്പൊ ഹൂത്തീസ് ഇതുപോലെ ഈ ഇസ്രായേൽ ഹമാസ് സീസ് ഫയർ വരുന്നതിന്റെ അവസാന ദിവസം പോലും ഹൂത്തീസ് ഇസ്രായേലിലേക്ക് നേരിട്ട് യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ആണ് ഫയർ ചെയ്തത്. സോ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇസ്രായേൽ വാണ്ടഡ് ഡിറ്ററൻസ്, ദേ ഡോണ്ട് ഹാവ് ഡിറ്ററൻസ്, അല്ലെ? ഇസ്രായേൽ പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ ആംഡ് രാജ്യമാണ്, പക്ഷെ അങ്ങനെയല്ല ഇസ്രായേൽ ജീവിക്കുന്നത്. അതായത് അങ്ങനെ പറയാൻ കാരണം ന്യൂക്ലിയർ ആംഡ് രാജ്യങ്ങൾക്ക് ഒരു മിനിമം ഡിറ്ററൻസ് ഉണ്ടാവും. പക്ഷെ ഇസ്രായേലിനെ നിങ്ങൾ നോക്കൂ, ഹമാസ് ആക്രമിക്കുന്നു, ഹൂത്തികൾ ആക്രമിക്കുന്നു, ഹിസ്ബുള്ള ആക്രമിക്കുന്നു, ഈവൻ ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ 2 തവണയാണ് ഇസ്രായേലിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തിയത്. സോ ഇസ്രായേൽ ഡസന്റ് എൻജോയ് ഡിറ്ററൻസ് ഇൻ ദിസ് റീജിയൻ. അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ പുസ്തകത്തിന്റെ മറ്റ് ഇതുകളിലേക്ക് വന്നാൽ ഒത്തിരി യാത്രകളും അനുഭവങ്ങളും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും അതുപോലെ ഇറാനിലും ഒക്കെ യാത്ര ചെയ്ത അനുഭവങ്ങളുണ്ട്. അതിൽ വെസ്റ്റ് ബാങ്കിലെ അനുഭവങ്ങൾ വളരെ എന്താ പറയുക വേദനാജനകവുമാണ്. ജെറുസലേമിലെ യാത്രകളുണ്ട്. അപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ആ ഒരു യാത്രയിൽ നിരവധി അനുഭവങ്ങൾ, നിരവധി പേർ സംസാരിക്കുന്നു, അതൊക്കെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് സംഘത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പോലും നേരിടുന്ന സെക്യൂരിറ്റി ചെക്കപ്പുകൾ ഉണ്ട് മാധ്യമ പ്രവർത്തകർ. അപ്പോൾ
പലസ്തീനിയനിൽ വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന ഒരു പലസ്തീനിയൻ സ്വദേശിയുടെ ഒരു ജീവിതത്തെ എങ്ങനെയാണ് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് കാണുന്നത്? കഷ്ടമാണ്. അതായത് കഷ്ടമാണെന്ന് പറയാൻ കാരണം ഇപ്പൊ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്, നമ്മൾ പാലസ്തീനിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറുസലേം, ഗാസ സ്ട്രിപ്പ്, UN റെസൊല്യൂഷൻസ് അനുസരിച്ച് ഇത് മൂന്നും ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് ആണ്. ഇസ്രായേൽ ചിലപ്പോൾ സമ്മതിക്കില്ല, പക്ഷേ ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ഇത് മൂന്നും പാലസ്തീനിയൻ ടെറിട്ടറീസ് ആണ്. അതിൽ ഗാസ മെഡിറ്ററേനിയൻ സീയുടെ ഒരു കോസ്റ്റലാണ്. വെസ്റ്റ് ബാങ്ക് ജോർഡാൻ റിവറിന്റെ വെസ്റ്റേൺ സൈഡിലാണ്. ഇത് രണ്ടും തമ്മിൽ ജിയോഗ്രാഫിക്കൽ കണ്ടിഗ്യൂവിറ്റി ഇല്ല, രണ്ടും സെപ്പറേറ്റഡ് എൻറ്റിറ്റിയാണ്. കാരണം വെസ്റ്റ് ബാങ്കിനും ഗാസയ്ക്കും ഇടയിൽ ഇസ്രായേൽ പ്രോപ്പറാണ്. ജെറുസലേം വെസ്റ്റ് ബാങ്കിന്റെ കൂടെയാണ് നിൽക്കുന്നത്, ടെറിട്ടോറിയലി സ്പീക്കിംഗ് അല്ലെ. ഇത് മൂന്നുമാണ് പാലസ്തീനിയൻ ടെറിട്ടറീസ്. ഇതിൽ വെസ്റ്റ് ബാങ്കിൽ ഞാൻ പോയിട്ടുണ്ട്, ഒന്നിലധികം തവണ വെസ്റ്റ് ബാങ്കിൽ പോയിട്ടുണ്ട്, ജെറുസലേമിൽ, ഈസ്റ്റ് ജെറുസലേമിൽ പോയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ അവസ്ഥ എന്ന് പറയുന്നത്, വെസ്റ്റ് ബാങ്ക് ഈസ് ബേസിക്കലി ഒരു കൊളോണിയൽ എൻറ്റിറ്റി ആണ്. കാരണം ഇതൊരു പാലസ്തീനിയൻ ടെറിട്ടറിയാണ്, പക്ഷേ ഇസ്രായേലാണ് ഭരിക്കുന്നത് ഇൻ എ സെൻസ്. പാലസ്റ്റൈനിൽ ഒരു അതോറിറ്റി ഉണ്ട്, ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ട്, അതിന്റെ പേര് പാലസ്റ്റൈൻ അതോറിറ്റി എന്നാണ്. പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ള അധികാരങ്ങൾ യാതൊന്നും തന്നെ ഇല്ല അല്ലെ. അവിടുത്തെ ഈ വെസ്റ്റ് ബാങ്കിനെ തന്നെ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ്, ഏരിയ A, B, C. ഇതിൽ ഏരിയ എയിലാണ് പാലസ്തീനിയൻ അതോറിറ്റിക്ക് ലിമിറ്റഡ് പവേഴ്സ് ഉള്ളത്. ഏരിയ ബിയില് പാലസ്തീനിയൻ അതോറിറ്റിയും ഇസ്രായേലി മിലിറ്ററിയും ഷെയർ ചെയ്യാണ് അവരുടെ പവേഴ്സ്. ഏരിയ സിയിൽ പാലസ്തീനിയൻ അതോറിറ്റി ഇല്ല, അത് കംപ്ലീറ്റ്ലി ഇസ്രായേലിന്റെ ഡയറക്ട് മിലിറ്ററി കൺട്രോളിലാണ്. ഈ വെസ്റ്റ് ബാങ്കിൽ ഒരു 700,000, ഒരു 7 ലക്ഷത്തോളം ഇസ്രായേലി സെറ്റിലേഴ്സ് ഉണ്ട്, ജൂവിഷ് സെറ്റിലേഴ്സ് ഉണ്ട്, ഇല്ലീഗൽ സെറ്റിലേഴ്സ് ആണ് അവര്. അപ്പൊ ഇവര് ഇസ്രായേലികളാണ്. ഇവർ വന്ന് പാലസ്തീനിയൻ ലാൻഡില് സെറ്റിൽമെന്റ്സ്, ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവിടെ താമസിക്കുന്ന ആളുകളാണ്. അതിലൊരു 4 ലക്ഷത്തോളം വെസ്റ്റ് ബാങ്ക് പ്രോപ്പറിലും 3 ലക്ഷത്തോളം ഈസ്റ്റ് ജെറുസലേമിലാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഇസ്രായേലി സിറ്റിസൺസ് ആണ്, ഇവർക്ക് ഇസ്രായേലിൽ വോട്ട് ചെയ്യാം. അപ്പൊ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്, ഇവരുടെ ഈ സെറ്റിൽമെന്റ്സിനെ ഓരോ കമ്മ്യൂണുകളായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. വലിയ വാൾ കെട്ടി അവിടെ പാലസ്തീനിയൻസിന് പ്രവേശിക്കാൻ പറ്റില്ല. ഇത് വെസ്റ്റ് ബാങ്കിലാണ് നടക്കുന്നത്, പക്ഷെ അവിടെ പാലസ്തീനിയൻസിന് പ്രവേശിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇസ്രായേൽ പ്രോപ്പറിലേക്ക് പോകാനായിട്ട് പ്രത്യേക ഹൈവേകളുണ്ട്, അതിന് അപ്പാർത്തൈഡ് ഹൈവേ എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. കാരണം എന്താണ്, പാലസ്തീനിയൻസിന് ഈ ഹൈവേയിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് വെസ്റ്റ് ബാങ്കിലെ ഒരു സ്ഥിതി വിശേഷം. 2, ഇനി ഏരിയ എയിലുള്ള സ്ഥലങ്ങളും ഏരിയ ബിയിലുള്ള സ്ഥലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഏരിയ എയിൽ തന്നെ പാലസ്തീനിയൻ ടൗൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ടൗണും ഓരോ ക്യാപ്സ്യൂളുകളാണ്. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഒരു കൊളോണിയലിസത്തിന്റെ നമ്മൾ പഴയ കൊളോണിയൽ പ്രോപ്പർട്ടീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പൊ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെയൊക്കെ ഫോർ ഫാദേഴ്സിന് ഇഫ് ദേ വാണ്ടഡ് ടു ഗോ ടു മദ്രാസ് ഫ്രം ട്രാവൻകൂർ ഇറ്റ് വാസ് പോസിബിൾ, അല്ലെങ്കിൽ ഫ്രം മദ്രാസ് ടു കൊൽക്കത്ത ഇറ്റ് വാസ് പോസിബിൾ. അൾജീരിയയിൽ ഫ്രഞ്ച് കോളനി ആയിരുന്നു, ഇറ്റ് വാസ് ബ്രൂട്ടൽ ഓക്യുപ്പേഷൻ, പക്ഷെ അവിടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ വെസ്റ്റ് ബാങ്കിൽ യു ഡോണ്ട് ഹാവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കാരണം നിങ്ങൾ ഇപ്പോൾ അബൂദിസിലാണെങ്കിൽ ബെത്ലഹേമിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇസ്രായേലി ചെക്ക് പോയിന്റ്സിനുള്ളിലൂടെ പോകാനേ പറ്റൂ. വെസ്റ്റ് ബാങ്കിൽ മാത്രം 565 ഇസ്രായേലി ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇവർ ജീവിക്കുന്നത്. അതായത് ഒരു കൊളോണിയലിസം മാത്രമല്ല ഇവിടുത്തെ പ്രോബ്ലം, ഇതിനുള്ളിൽ ഇവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. ഇവരുടെ ഓരോ ടൗൺഷിപ്പിന് ചുറ്റും ഇസ്രായേലി ചെക്ക് പോയിന്റ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡേ ടു ഡേ സ്ട്രഗിൾ ആണ് ബേസിക്കലി ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേൽ പാലസ്തീൻ വിഷയം എല്ലാ കാലത്തും കേരളത്തിൽ സജീവ ചർച്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2000-ന് ശേഷമുള്ള ചർച്ചകളിലായിരിക്കാം അതിന് ഇങ്ങനെ ഒരു മുഖം വന്നത്. അതിനു മുമ്പ് ഒരു പലസ്തീനിയൻ നാഷണൽ മൂവ്മെന്റ് എന്ന രീതിയിലായിരുന്നു മലയാളികൾ ഇതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ 2014 സംഘപരിവാരത്തിൽ വന്നതോടുകൂടി അത് വളരെയധികം മതപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് ഈ പ്രശ്നം മുന്നോട്ട് പോകുന്നത്. പക്ഷേ യാത്രയിൽ ഇസ്രായേൽ ജെറുസലേമിലെ ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടും ഒക്കെ സംസാരിക്കുകയുണ്ടായി. അതുപോലെ അവിടുത്തെ സഭകളുടെ ഈ പാലസ്തീനിയൻ നാഷണൽ മൂവ്മെന്റിനോട് നിലപാടും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ജെറുസലേമിലുള്ള സഭകൾ എങ്ങനെയാണ് പലസ്തീൻ ദേശീയ പോരാട്ടത്തെ കാണുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനെ മോചിപ്പിക്കണമെന്നാണ് അവർ പറയുക. നമ്മൾ അവിടുത്തെ പുരോഹിതരോട് സംസാരിച്ചാലും അതെ, അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തു മതവിശ്വാസികളോട് സംസാരിച്ചാലും അവർ പറയുന്നത് അവർക്ക് വേണ്ടത് ലിബറേഷനാണ്. അവര് ഈസ്റ്റ് ജെറുസലേമിലെ ക്രിസ്ത്യാനികൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത്, അറബ് ക്രിസ്ത്യൻസ് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് പാലസ്തീനിയൻസ് ആയിട്ടാണ്. അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇസ്രായേലി സിറ്റിസൺസ് അല്ല, അവർ പാലസ്തീനിയൻ സിറ്റിസൺസ് ആണ്. ഇപ്പൊ ബെത്ലഹേമില് പോയപ്പോൾ ഞാനൊരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ബെത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി, അവിടെയാണ് യേശു ജനിച്ചതെന്ന് വിശ്വസിക്കുന്നത്. ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മളോട് അവിടെ മുൻപ് ചർച്ചിന്റെ പരിസരത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുവാണ്.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ യൂഷ്വലി ആളുകളോട് ചോദിക്കാൻ നമുക്ക് വിമുഖതയാണ് മതത്തെ പറ്റി ചോദിക്കുക, കാരണം ആളുകളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണത്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതായത് സാർ ക്രിസ്ത്യാനിയാണോ അതോ മുസ്ലിം ആണോ എന്ന് ചോദിക്കേണ്ട വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു കോൺടാക്സിന് വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നത്, ബ്രദർ, ഐ ആം എ ക്രിസ്ത്യൻ and I am a Palestinian and what I want is freedom for my land എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ. അവരെ സംബന്ധിച്ച് ഇതൊരു എന്താണ്, അൾട്ടിമേറ്റ്ലി ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ ഒരു നാഷണൽ ഡ്രീമാണത്. കാരണം പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇല്ലല്ലോ. അത് 1947 മുതൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം നിലവിലില്ല. ഇസ്രായേൽ ഈസ് മെയ്ഡ് ഇറ്റ്. അവർക്ക് ഒരു രാജ്യമുണ്ട് 1948. ആ രാജ്യത്തിന് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ഉണ്ട്. അത് UN മെമ്പറാണ്. പക്ഷെ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ രാഷ്ട്രമില്ല. കാലങ്ങളോളം പല രീതിയിൽ, ഒന്ന് UN റെസൊല്യൂഷൻ ഉണ്ട്, അതിനുശേഷം ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി പറയുന്നുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അനുകൂലമാണ്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും, അതായത് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ കൺട്രീസ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ്, ദേ സപ്പോർട്ട് പാലസ്റ്റീനിയൻ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. പക്ഷെ എന്നിട്ടും നമുക്ക് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യമില്ല. അപ്പൊ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വസ്റ്റ് ഫോർ ഒരു നാഷണൽ ഐഡന്റിറ്റി വളരെ സ്ട്രോങ് ആണ്. അത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങനെയല്ല. ഇതിന് ഒരു മതത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന പല ഡിബേറ്റും എന്ന് പറയുന്നത് പാലസ്റ്റീനിയൻസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പ്രശ്നമാണ് പാലസ്റ്റൈൻ. അല്ലെങ്കിൽ അതിനേക്കാളും വലുത്, അതിനേക്കാളും മോശമായിട്ടുള്ള ചിത്രീകരണം എന്താണ്, ഇതൊരു ഭീകരവാദ പ്രശ്നമാണ്. ഈ പാലസ്റ്റൈനിലുള്ള ഭീകരവാദികളാണ് പോയിട്ട് ഇസ്രായേലിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു വാങ്ങുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഇസ്രായേൽ ഇവിടുത്തെ ഒരു ഒക്യുപ്പൈയിങ് ഫോഴ്സ് ആണെന്നുള്ള കാര്യം ഇവർ മറക്കുന്നു, അല്ലെ? അത് ഇപ്പൊ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊന്നപ്പോ ഭഗത് സിംഗ് പോയിട്ട് മരണം ചോദിച്ചു വാങ്ങിയെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഭഗത് സിംഗിന് ഒരു പൊളിറ്റിക്കൽ കോസ് ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് എംപയറിനെതിരെ പോരാടിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ അല്ലെങ്കിൽ ഉദ്ധം സിംഗ് പോരാടിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കാതെയുള്ള ഒരു നെറേറ്റീവാണ് ഇവിടെ ഉള്ളത്. അതിനെ ഒരു മതത്തിന്റെ പ്രശ്നമായി കാണുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ഭീകരവാദമാണ് പാലസ്റ്റീനിയൻസ് ചെയ്യുന്നത്, അത് ഭീകരത മാത്രമാണെന്ന് പറയുന്നു. അതിനപ്പുറത്ത് ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ കൺവീനിയന്റ് ആയിട്ട് മറക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ ഇവിടെ നടക്കുന്നത്. പക്ഷെ പാലസ്റ്റൈനിൽ നമ്മൾ പോയി സംസാരിച്ചാൽ അവർ നമ്മളോട് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. UN ഇത്രയധികം രാജ്യങ്ങൾ പലസ്തീന്റെ സെൽഫ് ഡിറ്റർമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ അടക്കം രാജ്യങ്ങൾ. അതെ. പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ ഒക്യുപ്പേഷൻ തുടരാൻ സാധിക്കുന്നതിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ അങ്ങനെ സാധിക്കുന്നതിന്റെ കാരണം ഒരു പക്ഷേ അമേരിക്കയുടെ വലിയ പിന്തുണ തന്നെയായിരിക്കാം. അപ്പോൾ അതെല്ലാ കാലത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് പുസ്തകത്തിൽ കൃത്യമായിട്ടൊരു അധ്യായമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അത് അവസാനം ട്രംപിന്റെ സമയത്ത് എത്തുമ്പോൾ ട്രംപ് വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നു. പക്ഷെ ട്രംപ് ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ മുഴുവൻ പുറത്താക്കണം, ഗാസയിലെ അവരുടെ നേതൃത്വത്തിൽ റീബിൽഡിംഗ് നടക്കുന്നുണ്ട്. ഒരിക്കലും പുറത്താക്കപ്പെട്ട ജനത പിന്നീട് തിരിച്ചു വരുന്ന ചരിത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ അദ്ദേഹം നടത്തിയത്? എങ്ങനെയാണ് അമേരിക്കയുടെ ഒരു ചരിത്രം വെച്ചും ഇതിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളത്? അമേരിക്ക എല്ലാ കാലത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രോ പാലസ്റ്റൈൻ പ്രോ ഇസ്രായേൽ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രമാണ് എല്ലാ കാലത്തും. ഇസ്രായേൽ അമേരിക്കൻ നമ്മൾ ഫോറിൻ പോളിസി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ബേസിക്കലി ഒരു ഫോറിൻ പോളിസി ഇഷ്യൂ അല്ല. അവിടെ ഒരു ഡൊമസ്റ്റിക് പോളിസി, ഒരു ആഭ്യന്തര നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും കാണുന്നത്. അതിലൊരു സ്കെയിലിൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, കണ്ടന്റിൽ വ്യത്യാസമില്ല. രണ്ടു കൂട്ടരും, അത് ബറാക് ഒബാമ ആയാലും ഡൊണാൾഡ് ട്രംപ് ആയാലും ജോ ബൈഡൻ ആയാലും ജോർജ് ബുഷ് ആയാലും, ഫണ്ടമെന്റലി ഇവര് പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള ആളുകളാണ് രണ്ടു കൂട്ടരും. അതിൽ യാതൊരു വ്യത്യാസമില്ല, സ്കെയിലിൽ വ്യത്യാസം കാണുമെന്ന് മാത്രം. ഇപ്പോ ബൈഡന്റെ സമയത്താണ് ഈ 47,000 ആളുകളെ ഇസ്രായേൽ കൊന്നത്. അവർക്ക് വേണ്ട വെപ്പൺസും എല്ലാം സൗകര്യങ്ങളും കൊടുത്തത്, ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തത് ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനാണ്. ഇപ്പൊ നമ്മളിത് വേറെ ഏതൊരു രാജ്യമാണെങ്കിലും അവര് ഒരു ഇന്റർനാഷണൽ കണ്ടംനേഷൻ ഫേസ് ചെയ്യും. ഇപ്പോ ഇസ്രായേൽ വെസ്റ്റ് ഏഷ്യയിലെ ഒരു ന്യൂക്ലിയർ പവറാണ്. അതിനെ പറ്റിയിട്ട് ആരും സംസാരിക്കുക പോലുമില്ല, അല്ലെ? ഇപ്പൊ നേരെ തിരിച്ച് ഇറാൻ ബോംബ് ഉണ്ടാക്കുന്നതിനെ തടയുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഫോറിൻ പോളിസി ഗോൾ വെസ്റ്റ് ഏഷ്യയിൽ. അതുപോലെ ഇസ്രായേലിനെതിരെ ഒരുപാട് UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസ് ഉണ്ട്. ഇസ്രായേൽ 1967 ബോർഡറിലേക്ക് പിൻവാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അത് എൻഫോഴ്സ് ചെയ്യാൻ ആരും പറയുന്നില്ല ഇസ്രായേലിന്റെ അടുത്ത്. ഇസ്രായേൽ സിസ്റ്റം, ബേസിക്കലി ഇസ്രായേലി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അപ്പാർത്തൈഡ് സിസ്റ്റം ആണ്, അല്ലെ? പാലസ്റ്റീനിയൻസിനെതിരെ ഒക്യുപ്പേഷൻ തുടരുന്നു, അവരെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനെതിരെ ഇസ്രായേലിനെതിരെ യാതൊരു സാങ്ഷൻസും ഇല്ല.
നമ്മൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുന്ന ആളുകളാണ്, ലോകത്തിനോട് മുഴുവനും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പ്രസംഗിക്കുന്ന ആളുകളാണ്, അല്ലെ, ഒരുപാട് വാല്യൂസിനെ പറ്റി പറയുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെയും പരോക്ഷമായിട്ട് വെസ്റ്റിന്റെ ഇൻ ജനറൽ പടിഞ്ഞാറൻ ലോകത്തിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇസ്രായേലിന് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത്. ഇസ്രായേലിന് എന്ത് ചെയ്താലും ഇസ്രായേൽ ഇമ്മ്യൂണാണ്. ഇസ്രായേലിനെ ആരും പണിഷ് ചെയ്യുന്നില്ല. ഇസ്രായേൽ ഒരു കോൺസിക്വൻസസും ഈ വല്ലപ്പോഴും പാലസ്റ്റീനിയൻസ് നടത്തുന്ന റെസിസ്റ്റൻസ് ആണ് ഇസ്രായേൽ നേരിടുന്ന ഒരേ ഒരു കോൺസിക്വൻസസ്. അതിന് അപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള ഇന്റർനാഷണൽ കോൺസിക്വൻസും ഇല്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ടാണ്, അമേരിക്കയുടെയും ഒരു വെസ്റ്റേൺ ലോകത്തിന്റെയും. രണ്ടിപ്പോ നമ്മൾ ട്രംപിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ട്രംപ് ആദ്യം പറഞ്ഞത് ഹി വാണ്ട്സ് ടു ക്ലീൻ ഔട്ട് ഗാസയെ വൃത്തിയാക്കണം, അതുകൊണ്ട് പാലസ്റ്റീനിയൻസിന് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റണം. രണ്ടാമത് പറഞ്ഞത് അമേരിക്ക വിൽ ഓൺ ഗാസ. അതുപോലെ അമേരിക്ക ഗാസയിലേക്ക് ട്രൂപ്സിനെ അയക്കാൻ വരെ തയ്യാറാണ്. അവിടെ നിന്ന് ആളുകളെ എല്ലാവരെയും റീലൊക്കേറ്റ് ചെയ്തിട്ട് ഗാസയെ മിഡിൽ ഈസ്റ്റിലെ ഒരു സുന്ദര ഭൂമിയാക്കി മാറ്റുമെന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈ ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാലസ്റ്റീനിയൻസ്, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ സീരിയസ് പ്രപ്പോസൽ. ഈവൻ ഇഫ് ഇറ്റ്സ് എ സീരിയസ് പ്രപ്പോസൽ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് പോസിബിൾ. കാരണം നമ്മൾ പാലസ്റ്റീനിയൻസ് അവരൊരു ഇമ്പീരിയൽ പ്രോപ്പർട്ടി ഒന്നുമല്ല, അവര് ഒരു ജനതയാണത്. നമ്മൾ പറയുന്നത് 2.3 മില്യൺ ആളുകൾ, 23 ലക്ഷം ആളുകളെ പറ്റിയിട്ടാണ്. They are a people, they have all the human rights, whether you recognize it or not, they have the rights, and they see themselves belonging to the Palestinian territories. അവരുടെ collective history, അവരുടെ ചരിത്രം, അവരുടെ വർത്തമാനം, അവരുടെ ഭാവി, ഇതെല്ലാം പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിയിലേക്ക് ടൈഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അവര് ഇപ്പൊ നോക്കൂ, നമ്മള് ഗാസ യുദ്ധം 15 മാസത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ് ഗാസ. അതിലെ ഗാസ എന്ന് പറഞ്ഞ ചെറിയൊരു തുരുത്താണ്. അതിനകത്താണ് ഈ 23 ലക്ഷം ആളുകളുള്ളത്. അവര് പലതവണ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ ആദ്യം അറ്റാക്ക് ചെയ്തത് നോർത്തേൺ ഗാസയാണ്, അതായത് ഗാസ സിറ്റി. അവിടെ 1.4 മില്യൺ ആളുകൾ ഉണ്ടായിരുന്നു, 14 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ആദ്യം ഡിസ്പ്ലേസ് ചെയ്തു, അവർ ഹാൻ യൂനിസിലേക്ക് മാറ്റി. രണ്ടാമത് ഇസ്രായേൽ ഹാൻ യൂനിസ് ബോംബ് ചെയ്തു. ഹാൻ യൂനിസിൽ നിന്ന് ആളുകളെ റാഫയിലേക്ക് മാറ്റി. റാഫ എന്ന് പറഞ്ഞ ചെറിയൊരു, അതായത് ഈ ഗാസ തന്നെ ഒരു 360 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതിന്റെ ഒരു പോർഷനാണ്, ഒരു സ്ലൈസ് ആണ് റാഫ, ഈജിപ്ഷ്യൻ ബോർഡറിൽ. ആ റാഫയിൽ ഒരു സമയത്ത് 2 മില്യണിലധികം ആളുകൾ താമസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 20 ലക്ഷത്തിലധികം ആളുകൾ. അപ്പൊ എന്നിട്ട് പോലും പാലസ്റ്റീനിയൻസിനെ ബേസിക്കലി അവർ പറഞ്ഞത് എന്താണ്? വി ആർ നോട്ട് ലീവിങ് ഗാസ. ഇസ്രായേലിന് വേണ്ടത്, ഇസ്രായേൽ വാണ്ടഡ് ടു പുഷ് ദം ഇൻ ടു ദ സൈനായ് പെനിൻസുല. കാരണം റാഫ കടന്നാൽ നമ്മൾ ഈജിപ്തിന്റെ സൈനായ് പെനിൻസുലയിലേക്ക് എത്തും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് വി ആർ നോട്ട് ടേക്കിംഗ് റെഫ്യൂജീസ്, കാരണം ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പാലസ്റ്റീനിയൻസ് പറഞ്ഞത് വി ആർ നോട്ട് ഗോയിങ് എനിവെയർ, വി വുഡ് റാദർ ലിവ് അണ്ടർ ദ ബോംബ്സ് ആൻഡ് ഡൈ ദാൻ ലീവിങ് ഗാസ. അങ്ങനെ ഒരു കളക്റ്റീവ്ലി അവർ പറയാണ്, എത്ര 2.3 മില്യൺ ആളുകൾ പറഞ്ഞ് ഈ 15 മാസം ഇസ്രായേലിന് റെലന്റ്ലെസ് ബോംബിംഗിൽ ജീവിച്ച് ഇപ്പോൾ ഒരു സീസ് ഫയർ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരെയാണ് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ട്രംപ് പറയുന്നത്. ഒന്ന്, പാലസ്റ്റീനിയൻസിന് പോകണ്ട. 2, ഇവരെവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? ട്രംപ് ഇസ് നോട്ട് ടേക്കിംഗ് ദം ടു ഫ്ലോറിഡ, റൈറ്റ്? ട്രംപിന് ഇവര് ഫ്ലോറിഡയിലേക്കും ന്യൂയോർക്കിലേക്കും വേണ്ട. ട്രംപ് വേണ്ടത് ഇവര് ഈജിപ്തിലേക്കും ജോർഡാനിലേക്കും പോകണം. ഈജിപ്തും ജോർഡാനും സ്വന്തമായിട്ട് ഒരു ഏജൻസിയുള്ള രാജ്യങ്ങളല്ലേ? ട്രംപ് അവിടെ ഇരുന്ന് പറയുന്നു, ഈജിപ്തും ജോർഡാനും പറയുന്നു ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ. സൗദി അറേബ്യ പറയുന്നു ഇത് എത്നിക് ക്ലൻസിങ് ആണ്, ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ, അല്ലെ? ബേസിക്കലി നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു ജനതയെ മൂവ് ചെയ്യുന്നതിന് എത്നിക് ക്ലൻസിങ് എന്നാണ് പറയുക. അപ്പൊ ട്രംപ് ഇസ് ആക്ച്വലി കോളിംഗ് ഫോർ എത്നിക് ക്ലൻസിങ്. അപ്പൊ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ആൻഡ് ഇറ്റ്സ് നോട്ട് എ സീരിയസ് പ്രപ്പോസൽ. ഇനിയിപ്പോ ട്രംപ് ഇത് ഒരു ത്രെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ട്രംപിന്റെ ഈ പോളിസി ബേസിക്കലി ഇസ്രായേലിന്റെ ഫാർ റൈറ്റുമായിട്ട് ക്ലോസ്ലി അലൈൻ ചെയ്യുന്നതാണ്. കാരണം ഇസ്രായേലിന്റെ ഫാർ റൈറ്റ് കാലങ്ങളായിട്ട് പറയുന്നത് ദേ വാണ്ട് ടു മൂവ് ദ പാലസ്റ്റീനിയൻസ് ഔട്ട് ഓഫ് പാലസ്റ്റൈൻ. എന്നിട്ട് പ്രത്യേകിച്ചും ഗാസയിൽ അവിടെ വീണ്ടും യഹൂദരെ റീസെറ്റിൽ ചെയ്യണമെന്നാണ് ഇപ്പോ ഇത്താമർ ബെൻ ഗിവറും സ്മോത്രിച്ചും ഒക്കെ പറയുന്നത്, ഇസ്രായേലിന്റെ ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ട്രംപിന്റെ പ്രപ്പോസൽ ബേസിക്കലി ക്ലോസ്ലി aligns with the idea of Israel's far right, but I don't think it can be implemented. If they are going to implement it, there will be much more bloodshed. ട്രംപിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പൊതുവെ ട്രംപ് ഒത്തിരി പ്രസിഡൻഷ്യൽ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഒത്തിരി പ്രസിഡൻഷ്യൽ ഓർഡേഴ്സ് ഇറക്കി. അതിൽ പലതും ഇതുപോലെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ റിയലിസ്റ്റിക് ആണോ സംശയം തോന്നുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ പല എഴുത്തുകളിലും കണ്ടത് നിലനിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഡർ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ഇന്റർനാഷണൽ ഓർഡർ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ലോസ്, ഇതിനെയൊക്കെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളൊക്കെയാണ് ട്രംപ് പുറത്തേക്ക് പറയുന്നത്. ചില സ്ഥലത്ത് ഇതൊരു ഇമ്പീരിയൽ ഇതിലേക്ക് മാറുന്ന രീതിയിലാണോ അമേരിക്കയുടെ പുതിയ പോളിസികൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണോ, അതോ ഇപ്പോൾ വ്യാപാര യുദ്ധമൊക്കെ അവർ നടത്തുന്നുമുണ്ട്? അതെ 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 അത് ഇപ്പൊ ട്രംപിന്റെ ഫോറിൻ പോളിസിയുടെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. തൽക്കാലത്തേക്ക് ട്രംപിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ലോസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ നോംസ് ഒക്കെ അത് അമേരിക്ക ഒരു കാലത്തും അതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് റെസ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഒരു സൊഫിസ്റ്റിക്കേഷനിലൂടെയാണ് അവർ അത് അവതരിപ്പിക്കാറ്. ട്രംപ് അതിനെ വളരെ ബ്രൂട്ടലായിട്ടാണ് നിരാകരിക്കുന്നത്, അല്ലെ? ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഇറാഖിനെ ആക്രമിച്ചത് അമേരിക്ക തന്നെയാണ്. പക്ഷെ ട്രംപ് പറയുന്നത് ട്രംപിന് ഗ്രീൻലാൻഡ് വേണം, ട്രംപ് അക്വയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ അതായത് അമേരിക്കയുടെ ജിയോഗ്രഫി വ്യാപിപ്പിക്കുക, ഗ്രീൻലാൻഡ് എടുക്കുക, പനാമ കനാൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി യെസ്, ഒരു ഓൾഡ് ഇമ്പീരിയലിസം ഈസ് ബാക്ക് എന്ന് പറയാം. ഇതും അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് പുതിയതല്ല. ലൂസിയാന അമേരിക്ക ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. കാലിഫോർണിയ, ടെക്സസ് ഒക്കെ മെക്സിക്കോയുടെ കയ്യിൽ നിന്ന് അമേരിക്ക അക്വയർ ചെയ്യുന്നതാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായപ്പോൾ അത് അറ്റ്ലാന്റിക് സീ ബോർഡിലുള്ള വെറും 13 കോളനികൾ മാത്രമായിരുന്നു. അതിന്റെ മാപ്പ് വളരെ ചെറുതാണ്. ഇന്ന് നമ്മൾ അറിയുന്ന അമേരിക്ക അറ്റ്ലാന്റിക് സീ ബോർഡിൽ നിന്ന് പസഫിക് ബോർഡിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൃഹത്തായ രാജ്യമാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയത് എക്സ്പാൻഷനിലൂടെയാണ്. സോ അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് വേർ എക്സ്പാൻഷനിസ്റ്റ്, അല്ലെ? അപ്പൊ ട്രംപ് ഇസ് നോട്ട് ആൻ അബറേഷൻ, ട്രംപ് ഇസ് ആക്ച്വലി എ കണ്ടിന്യൂറ്റി. അപ്പൊ ആ ഒരു എക്സ്പാൻഷനിസ്റ്റ് ഫോറിൻ പോളിസി, ഇമ്പീരിയൽ എക്സ്പാൻഷനിസത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോ അതാണ് ഒരു കാര്യം. പക്ഷെ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്, അമേരിക്കയുടെ മറ്റ് പ്രസിഡന്റുമാര് പ്രധാനമായിട്ടും ഈ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അവിടെ ട്രംപ് ഡിഫറെന്റ് ആണ്. കാരണം ട്രംപ് ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രത്യേകിച്ചും യൂറോപ്പിന്. കാരണം ട്രംപ് ഗ്രീൻലാൻഡ് എടുക്കുമെന്ന് പറയുമ്പോൾ ഗ്രീൻലാൻഡ് ഒരു ഡാനിഷ് ടെറിട്ടറിയാണ്. ഇന്ന് ഡെൻമാർക്ക് നാറ്റോയുടെ അംഗമാണ്. നാറ്റോയുടെ ദ ഹോൾ ഐഡിയ ഓഫ് നാറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഒരു നാറ്റോ അംഗത്തിനെ ആരെങ്കിലും ആക്രമിച്ച് അവരെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ നാറ്റോ അംഗത്തിന്റെ സോവറിയനിറ്റി അമേരിക്ക ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻമാർക്ക് എന്ത് ചെയ്യും? കാരണം അമേരിക്കയാണ് നാറ്റോ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോ അതുപോലെ യുക്രൈനോടുള്ള ട്രംപിന്റെ നിലപാട്, ഇപ്പൊ ട്രംപ് പറയുന്നത് ഇനി അമേരിക്കയിൽ നിന്നോ യുക്രൈനിലേക്കുള്ള ഫ്രീ ഫ്ലോ ഓഫ് എയ്ഡ് നിൽക്കും എന്നാണ്. യുക്രൈൻ ഓൾറെഡി പ്രശ്നത്തിലാണ്. റഷ്യ ഈസ് മേക്കിംഗ് ഫാസ്റ്റ് അഡ്വാൻസസ് ഇൻ ഈസ്റ്റേൺ യുക്രൈൻ. അപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ ഭീതിയോട് കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന്, ട്രംപ് ആ ഒരു ഒറിജിനൽ അമേരിക്കയുടെ എക്സ്പാൻഷനിസത്തെ, ഇമ്പീരിയൽ എക്സ്പാൻഷനിസത്തെ കൊണ്ടുവരുന്നു. രണ്ട്, അമേരിക്കയുടെ ട്രഡീഷണൽ അലയൻസ് സിസ്റ്റത്തിനെതിരാണ്. അത് നമ്മൾ ഈ പറയുന്ന ഗ്രീൻലാൻഡ് തുടങ്ങിയ സംഗതികൾ അതിനെ ബാധിക്കും. ട്രേഡ് വാർ. മൂന്ന്, ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് ഓർ ഫോക്കസ് എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ അത് ഏത് രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ ട്രംപിന് ടു ടേക്ക് ഓൺ ചൈന എന്നുള്ളത് നമ്മൾ കുറെ കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. പലസ്തീനിയൻ നാഷണൽ അതോറിറ്റിനെ പറ്റി നേരെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ വളരെ കുറഞ്ഞ അധികാരങ്ങളാണ് അതിനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഗാസയുടെ മേൽ അവരും ഒരു ഞങ്ങൾ ഗാസ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കല്ല, അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹമാസ് ആണെങ്കിൽ സ്ട്രോങ് എന്ന രീതിയിൽ, മിലിറ്ററി സ്ട്രോങ് അല്ലെങ്കിലും ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലസ്തീൻ മൂവ്മെന്റിന്റെ ഒരു തുടർച്ച അതെങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക? ഹമാസിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ ഡിപ്ലോമാറ്റിക്കലി വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കാത്തതാണോ? അത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു ഭാവിയെ പറ്റി എന്തെങ്കിലും ഒരു എന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്? ഇപ്പൊ പാലസ്തീനിയൻ അതോറിറ്റി ഉള്ളത് വെസ്റ്റ് ബാങ്കിലാണ്. ഗാസ നേരെ തിരിച്ച് ഹമാസിന്റെ കൺട്രോളിലാണ് 2005 മുതൽ, എഫക്റ്റീവ്ലി 2005 മുതൽ, ആൻഡ് ദെൻ ആക്ച്വലി 2007 മുതൽ. കാരണം 2005 ഒരു ഗവൺമെന്റ് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഹമാസ് ആയിരുന്നു. 2007 മുതൽ ഹമാസിന്റെ കയ്യിലാണ് ഗാസ മൊത്തം ഹമാസിന്റെ കയ്യിലാണ്. അപ്പോ ആ ഒരു ഡിവിഷൻ ഉണ്ട് ഈ പാലസ്തീനിയൻ സൊസൈറ്റിയുടെ ഉള്ളിൽ. ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ വാണ്ടഡ് ടു ഡിസ്ട്രോയ് ഹമാസ്, പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. കാരണം സീസ് ഫയർ പ്രഖ്യാപിച്ചപ്പോൾ ഹമാസ് വാസ് ബാക്ക്. അത് വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട്. അതായത് ഹമാസ് ഇസ് ബാക്ക് ഇൻ വാട്ട് ഇസ് ലെഫ്റ്റ് ഓഫ് ഗാസ എന്ന് പറഞ്ഞിട്ട്. വാൾസ്ട്രീറ്റ് ജേർണൽ, AP ഇവരൊക്കെ, ഈവൻ ഹമാസ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന വീഡിയോ ഹമാസ് തന്നെയാണ് അത് റിലീസ് ചെയ്യുക. ദാറ്റ് ഇസ് എ പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ ഫോർ ഇസ്രായേൽ. കാരണം അത് ഈ ഇസ്രായേൽ ബോംബ് ചെയ്ത ബിൽഡിങ്സിന്റെ റബിളിൽ നിന്നിട്ടാണ് ഈ ഹോസ്റ്റേജസിനെ ഹമാസ് റിലീസ് ചെയ്യുന്നു.
ഹമാസിന്റെ ക്യാമറാമാനെ കാണാം, ഒക്കെ കാണാം. വെപ്പൺ ഉള്ള ഒരുപാട് ആയിരക്കണക്കിന് സോൾജിയേഴ്സിനെ കാണാം. അപ്പോൾ ബേസിക്കലി ഹമാസ് ഇസ് ബാക്ക് ഇൻ ഗാസ എന്നുള്ളതാണ്. സോ ഹമാസ് റിമെയിൻസ് ആസ് എ മേജർ ഫോഴ്സ് and Fatah remains as a major force in the West Bank. And then you have Islamic Jihad in Gaza, and you also have PFLP in the West Bank, which is secular leftist movement. അപ്പോൾ നമ്മൾ ഈ പാലസ്തീനിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിഫറെന്റ് സ്ട്രീംസ് ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ മുന്നോട്ട് പോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിയാണ് വേണ്ടത്. ഡിഫറെന്റ് പാലസ്തീനിയൻ ഫാക്ഷൻസ് ഒന്നിച്ചു വന്ന് അവരൊരു കളക്റ്റീവ്ലി നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ യൂണിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇവര് തന്നെ ഇപ്പോ ഏതാനും നാൾക്ക് മുമ്പ് ചൈനയിൽ വെച്ചിട്ട് ഹമാസും ഫത്തായും മറ്റ് ഓർഗനൈസേഷൻസും ഒക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ അവരൊരു യൂണിറ്റി ഗവൺമെന്റിനെയൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഒരു ഫ്യൂച്ചർ, ഒരു വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ പാലസ്തീനിയൻസ് ക്യാൻ കം അപ്പ് വിത്ത് എ യുണൈറ്റഡ് ഫേസ്. ഇപ്പൊ ഹമാസിന്റെ ഇസ്രായേലുമായിട്ടുള്ള നെഗോഷിയേഷൻസിൽ ഹമാസ് മോചിപ്പിക്കുന്ന പാലസ്തീനിയൻ പോരാളികൾ എല്ലാവരും ഹമാസ് അല്ല. അവരിൽ പല പാലസ്തീനിയൻ ഫാക്ഷൻസിലുള്ള ആളുകളുണ്ട്, PFLPയുടെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ബുർഗൂത്തിയെ പോലുള്ള ആളുകളെ മോചിപ്പിക്കണമെന്നാണ് ഹമാസ് പറയുന്നത്. എന്ന് മാത്രമല്ല, ബുർഗൂത്തി പാലസ്തീനിയൻ മൂവ്മെന്റിന്റെ നേതാവായിട്ട് വരണം എന്നാണ്. അദ്ദേഹം ഒരു റാഡിക്കൽ ആയിട്ടുള്ള ലെഫ്റ്റ് വിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു യൂണിറ്റി മുന്നോട്ട് വെക്കാൻ പാലസ്തീനിയൻസിന് തന്നെ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് ഇവരുടെ ഒരു മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ ഇത് എന്താണ്, പ്രത്യേകിച്ച് ഇപ്പൊ ട്രംപിന്റെ പ്രപ്പോസലൊക്കെ സൂചിപ്പിക്കുന്നത് ഗാസയിലെ അവസ്ഥ, വെസ്റ്റ് ബാങ്കിലെയും അവസ്ഥ കൂടുതൽ കഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്, ജനിനിലും ഹെബ്രോണിലും മറ്റും. ഗാസയിൽ ഒരു സീസ് ഫയർ ഉണ്ട്. ഈ സീസ് ഫയർ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണണം. ഹമാസ് പറയുന്നത് യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്കണം രണ്ടാം ഘട്ടത്തിൽ, മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേലി പട്ടാളം പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്നാണ് ഗാസയിൽ നിന്ന്. പക്ഷെ ഇസ്രായേൽ പട്ടാളം ഗാസയിൽ നിന്ന് പിൻവാങ്ങി കഴിഞ്ഞാൽ ഹമാസ് വിൽ ബി ഇൻ പവർ ഇൻ ഗാസ. അത് നെതന്യാഹുവിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വീഴും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. ഇസ്രായേലി പട്ടാളം പിൻവലിച്ചില്ലെങ്കിൽ ഹമാസ് പറയുന്നത് അവരുടെ റെസിസ്റ്റൻസ് വിൽ കണ്ടിന്യൂ എന്നാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരു വാർ ഓഫ് അട്രിഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ആണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നുള്ളതില്ല. പക്ഷെ പാലസ്തീനിയൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ടത് ഒരു യുണൈറ്റഡ് ഫേസ് ആണ്. അവരുടെ ഡിവിഷൻസ്, അവർക്കുള്ളിലെ വിഭാഗീയത ആണ് അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്ന്. കൂടുതൽ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലും അതുപോലെ പൊതുവെ പശ്ചിമേഷ്യയുടെ രാഷ്ട്രത്തിലും വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് സ്റ്റാൻലി ജോണി നമ്മളോട് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് നിഖിൽ, താങ്ക് യു വെരി മച്ച്.